പരിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ സൂറത്താണ് അൽ അസ്ർ. 3 ആയത്തുകൾ മാത്രമേ ആ സൂറത്തിലുള്ളൂ. 3 ആയത്തുകളുള്ള 3 സൂറത്താണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്ന് വൽ അസ്ർ, ഒന്ന് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഒന്ന് ഇന്നാ അഅതൈനാകൽ കൗസർ. ഈ 3 സൂറത്ത്, അതായത് സൂറത്തുൽ അസ്റും നസ്റും കൗസറും, ഈ 3 സൂറത്തുകളാണ് 3 ആയത്തുകൾ വീതം ഉള്ള 3 സൂറത്തുകളെ പരിശുദ്ധമായ ഖുർആനിലുള്ളൂ. അതിവ ഈ സൂറത്തുകളാണ്. 3 ആയത്തുകളെ ഉള്ളൂ എങ്കിലും അതിൻ്റെ ആശയ ഗാംഭീര്യം വളരെ വലുതാണ്. വളരെ കാഴ്ചയിൽ വളരെ തുച്ഛമായതേ ഉള്ളൂവെങ്കിലും അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ എല്ലാ കാലത്തും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ അതിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ കലാമ്, അതിൻ്റെ ചിന്തകളെ സന്നിവേശിപ്പിക്കുന്നത്. വൽ അസ്ർ എന്ന സൂറത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു മറ്റ് ഇമാമിങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. സ്വഹാബത്തിൽ നിന്ന് 2 ആളുകൾ കണ്ടുമുട്ടിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്വഹാബിൽ നിന്ന് 2 ആളുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ വൽ അസ്ർ സൂറത്ത് ഒരാൾ ഓതുകയും മറ്റേയാൾ കേൾക്കുകയും ചെയ്യാതെ, അല്ലെങ്കിൽ ഒരാൾ ഓതിയിട്ട് മറ്റൊരാളത് മനസ്സിലാക്കാതെ അവർ തമ്മിൽ പിരിഞ്ഞു പോകുമായിരുന്നില്ല. 2 ആളുകൾ, സ്വഹാബത്തിൽ നിന്ന് 2 ആളുകൾ കണ്ടുമുട്ടി. അവർ സലാം ചൊല്ലി പിരിയുന്നതിന് മുമ്പ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിൽ നിന്ന് 2 പേര് കണ്ടുമുട്ടിയാൽ അവർ ഓതുന്നത് ഈ സൂറത്താണ്. ഒരു ഉപദേശം പോലെ പറഞ്ഞു തീർന്ന് യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് പിരിയുന്നതിന് മുമ്പ് ഒരു വൽ അസ്ർ ഓതിക്കൊടുക്കുമായിരുന്നു. ആ ശൈലി സ്വഹാബിമാരുടെ ശൈലിയായിരുന്നു എന്ന് കാണാം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വേറെ ഒരു സൂറത്തും ഇറക്കിയിട്ടില്ല, ഒരു ആയത്തും ഇറക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. അല്ലാഹു ഖുർആനിൽ ഒരു സൂറത്തും ഒരായത്തും വേറെ ഇറക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. വൽ അസ്ർ എന്ന സൂറത്ത് മാത്രമേ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചിട്ടുള്ളെങ്കിലും അത് മതിയാകുന്നതാണ്. ഖിയാമം നാൾ വരെയുള്ള മനുഷ്യർക്ക് ജീവിക്കാനും വഴിയും വെളിച്ചവുമായി ആ ഒരൊറ്റ സൂറത്ത് മതി എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അതിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാവും. പരിശുദ്ധ ഖുർആനിൽ 6600 ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഒന്നും അവതരിച്ചിട്ടില്ലെങ്കിലും ഈ 3 ആയത്തുള്ള ഈ ഒരു സൂറത്തുണ്ടല്ലോ, അത് അവതരിച്ചാൽ തന്നെ, അതുണ്ടെങ്കിൽ തന്നെ വേറൊരു സൂറത്ത് ഇനി അവതരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് വഴി കാണിക്കാനും വെളിച്ചം കാണിക്കാനും ആ സൂറത്ത് മതി എന്ന അഭിപ്രായം പറയുന്നത് സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കാഴ്ചയിൽ വളരെ ചെറിയ സൂറത്ത്, നമുക്ക് ഓതാൻ എളുപ്പമുള്ള സൂറത്ത്, ചിലപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിസ്കാരത്തിലൊക്കെ വൽ അസ്ർ ഓതും. അതുപോലെ ഖുൽ ഹുവല്ലാഹു അതൊക്കെ ഓതാറുണ്ടല്ലോ. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂറത്തുകളുടെ കൂട്ടത്തിൽ ആശയഗാംഭീര്യം കൊണ്ട്, അതിനർത്ഥം ബാക്കിയുള്ളതിന് ആശയഗാംഭീര്യം ഇല്ല എന്നൊന്നുമല്ല. മഹാന്മാരായ മുൻഗാമികൾ പരിചയപ്പെടുത്തിയ അധ്യായം വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് അവതരിപ്പിച്ചത് മക്കയിലാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മക്കയിൽ ആയിരിക്കുമ്പോഴാണ് ഇത് അവതരിച്ചത്. 1-ാമത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ. കാലത്തെ തന്നെയാണ് സത്യം. കാലം, ഈ കാലത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഒരു കാര്യം പറയാൻ പോവുകയാണ്. മറ്റ് സൂറത്തുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ വത്തീനി, അത്തിമരത്തെ തന്നെയാണ് സത്യം, വസ്സൈത്തൂൻ, ഒലീവ്. ആ എവിടുന്നാണ് ഈ സത്യം എന്നുള്ള വാക്ക് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറബി ഭാഷയിൽ ഈ അൽ അസ്ർ എന്നതിന് മുമ്പ് ഒരു വാവുണ്ട്, വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. ആ ഒരു വാവ് വന്നപ്പോഴാണ് ആ സത്യം എന്നുള്ള വല്ലാഹി നമ്മൾ പറയുമല്ലോ, വല്ലാഹി എന്ന് പറയും. എവിടുന്നാണ് അള്ളാഹുവിനെ കൊണ്ട് സത്യം തന്നത്? ഒരു അറബി ഭാഷയിലെ ഒരു അക്ഷരത്തിന്റെ ഗാംഭീര്യമാണ്, അർത്ഥ തലങ്ങളാണ്. വാവും മീമും ഫാവും ഒക്കെ വരുമ്പോൾ ഒരു പ്രയോഗം തന്നെ അങ്ങ് മാറി. വെറുതെ പറഞ്ഞാൽ അൽ അസ്ർ എന്ന് പറഞ്ഞാൽ കാലം എന്ന് പറയാം. ഒരു വാവ് മുമ്പിൽ വന്നപ്പോൾ
കാലത്തെ തന്നെയാണ് സത്യം എന്നുള്ളതിലേക്ക് വന്നു. വെറും തീന് എന്ന് പറഞ്ഞാൽ അത്തിമരം എന്ന് പറയാം. ഒരു വാവ് മുമ്പിൽ കയറിയപ്പോ വത്തീനായി. അപ്പൊ എന്തായി? അത്തിമരത്തെ തന്നെയാണ്. വശംസി വല്ലൈലി. അപ്പോ ഒരു അക്ഷരത്തിന്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും അത്രയേറെ ആഴമുള്ള ഭാഷയാണ് പരിശുദ്ധമായ ഖുർആന്റെ ഭാഷയായ അറബി. അപ്പൊ അല്ലാഹു തആല പറയാണ് കാലത്തെ തന്നെയാണ് സത്യം. മറ്റു ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വൽ അസ്ർ എന്നതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് അസ്ർ നിസ്കാരത്തെയാണ്. കാരണം സൂക്ഷ്മത വേണമെന്ന് ഖുർആൻ പറഞ്ഞ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഹാഫിളു അലസ് സ്വലാത്തി വസ്സലാത്തിൽ വുസ്താ. അസ്ർ നിസ്കാരത്തെ കുറിച്ച് ശ്രദ്ധ വേണം. അസ്ർ നിസ്കാരം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. ഒരു മനുഷ്യന്റെ സുബഹിയും അസ്റും നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ നിരാശയാണ്. അസ്ർ നിസ്കാരം മാത്രം നഷ്ടപ്പെട്ടു പോയാൽ അന്ന് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഹമ്മായിരിക്കും. ഒരു പ്രയാസവും ഒരു വേവലാതിയും ഒരു വിഷമമൊക്കെ ഉണ്ടാവുന്ന നിസ്കാരമാണ്. അസ്ർ നഷ്ടപ്പെട്ടു പോയാൽ ഒരു മനുഷ്യന് ടെൻഷൻ അടിക്കാൻ വേറെ എവിടെയും പോകണ്ട, ഡിപ്രഷന് വേറെ എങ്ങും പോകണ്ട, എന്തോ കാര്യമില്ലാത്ത കാര്യത്തിന് പോലും മനസ്സിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അത് അസ്ർ നിസ്കാരം വലിയ പവിത്രതയുള്ള നിസ്കാരമാണ്. ജനങ്ങളൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ച് നിസ്കാരത്തിനോടൊരു താല്പര്യമില്ലാത്ത ഒരു സാഹചര്യം, അതിൻ്റെ ഒരു ദിവസത്തിന്റെ അവസാന സമയമാണല്ലോ. പിന്നെയും മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞ അൽ അസ്ർ എന്ന് പറഞ്ഞതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത് അങ്ങാടികളൊക്കെ സജീവമാകുന്ന സമയം അതാണല്ലോ. വൈകുന്നേരങ്ങളിൽ എല്ലായിടത്തും ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ വന്നിട്ട് മാർക്കറ്റുകളും അങ്ങാടികളും ഒക്കെ തിരക്കേറിയ ഒരു സമയം, അതാ സമയമാണല്ലോ അൽ അസ്ർ എന്നതുകൊണ്ട് ഉദ്ദേശം. അല്ലാഹു തആല ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചം പടച്ച നാൾ മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലം തന്നെയാണ് സത്യം എന്നാണ്. വീണ്ടും മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം വൽ അസ്ർ, കാലത്തെ തന്നെയാണ് സത്യം എന്നതിലൂടെ അല്ലാഹു തആല ഉദ്ദേശിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ തന്നെയാണ് സത്യം എന്നാണ്. ഇങ്ങനെ ഒരായത്തിന് ധാരാളം വിശദീകരണങ്ങൾ കാണാം. അപ്പോൾ ഒരു കാര്യം സത്യം ചെയ്ത് പറയുന്നത് എന്തിനാണ്? ഗൗരവമാണ് എന്ന വിഷയം നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഗൗരവമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്. നേരത്തെ നമ്മൾ ഖുർആൻ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയാണെങ്കിൽ അത് കൺമുന്നിൽ കാണുന്ന മനസ്സിലാകുന്ന വിഷയങ്ങളെ കുറിച്ചായിരിക്കും. ഇതാ കാലത്തെ തന്നെയാണ് സത്യം. കാലം മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. കാലം ഒരു കാലത്ത് സമ്പന്നരായിരുന്നവർ പിൽക്കാലത്ത് ദരിദ്രരായി മാറുന്നു. ഒരു കാലത്ത് പല നിലയിലും സ്വാധീനമുള്ളവർ പിന്നീട് ദുർബലരായി മാറുന്നു. ഇതൊക്കെ ചരിത്രവും കാലവും മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മനുഷ്യന്റെ ആദ്യം മുതലുള്ള കാലം എത്രയോ വലിയ ആളുകളെ കണ്ടു, ചെറിയ ആളുകളെ കണ്ടു, ആളുകളുടെ വളർച്ചയും ഉയർച്ചയും ഏറ്റക്കുറച്ചിലുകളും ഇതെല്ലാം കണ്ടു. അതാണല്ലോ കാലം. എത്രയോ കാലം നമ്മുടെ മുൻതലമുറയെ കണ്ടു, ഇനി വരാനുള്ള തലമുറയെ കാണുന്നു. ആ കാലം തന്നെയാണ് സത്യം. അല്ലാഹു തആല പറഞ്ഞു തരുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാകുന്നു. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാകുന്നു. ആ വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. അല്ലാഹു തആല നമ്മെ പടച്ച റബ്ബ് പറയാണ്, അതായത് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി വെച്ച റബ്ബ് പറയാണ് മനുഷ്യൻ നഷ്ടത്തിലാണ്. കാലത്തെ തന്നെയാണ് സത്യം, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളോടൊരാൾ പറയാണ്, നിങ്ങൾ നഷ്ടത്തിലാണ്, നിങ്ങൾ പരാജയപ്പെടാൻ പോവാണ്. എന്നാൽ നമ്മൾ ഉടനെ ചോദിക്കും, എങ്ങനെയാണ് ഇപ്പം അതിനകത്തൊന്ന് കരകയറാൻ പറ്റുക? നിങ്ങളൊരു വലിയ പ്രയാസത്തിൽ വീഴാൻ പോവാണ് എന്നൊക്കെ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ, നിങ്ങൾ അപകടത്തിൽപ്പെടാൻ പോവാണ് എന്ന് പറഞ്ഞാൽ, നഷ്ടം ഉണ്ടാവുമെന്ന് കേട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കും. ജീവിതത്തിൽ നഷ്ടം പറ്റുന്നത് ഒരാളും ഇഷ്ടപ്പെടില്ല. ആർക്കെങ്കിലും ഇഷ്ടമാണോ ജീവിതത്തിൽ നഷ്ടം ഉണ്ടാവുക എന്നുള്ളത്? കച്ചവടം ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ആഗ്രഹിക്കുന്ന എന്തുണ്ടാവണമെന്നാണ്? ലാഭം ഉണ്ടാകണമെന്നാണ്. നഷ്ടം പറ്റുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ തന്നെ ഇഷ്ടമല്ല. പടച്ചവനെ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് അത് നഷ്ടമായി പോകും എന്ന് തോന്നിയാൽ നമ്മൾ കച്ചവടം ചെയ്യുകയില്ല. ഞാൻ ഈ കച്ചവടം ചെയ്തിട്ട് നഷ്ടമാവുമെന്ന് തോന്നിയാൽ ആരെങ്കിലും കച്ചവടം ചെയ്യും? കൂട്ടത്തിലുള്ള ഇല്ല, ചെയ്യൂല. നമുക്ക് ആ കച്ചവടം വേണ്ട. നഷ്ടത്തിൽ പറ്റുന്ന ഒരു കച്ചവടം നമുക്ക് വേണ്ട. ഇത് അല്ലാഹു തആല പറയുന്ന നഷ്ടം ഏതാണ്? പരലോകത്ത് മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ദുനിയാവിലെ 5-10 കൊല്ലത്തെ നഷ്ടമല്ല, കാലാകാലമുള്ള നരകത്തിലേക്ക് പോകുന്ന തരത്തിൽ, കാലാകാലം അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള വലിയ നഷ്ടത്തിലേക്ക് മനുഷ്യൻ വീണുപോകും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
എന്നിട്ട് അല്ലാഹു തആല ഒരു 4 കാര്യങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടി ഈ സൂറത്ത് അവസാനിക്കുന്നു. മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, ചില ആളുകൾ ഒഴികെ, ചില ക്വാളിറ്റിയുള്ള ആളുകൾ ഒഴികെ, നഷ്ടപ്പെടാത്ത പരാജയപ്പെടാത്ത ആളുകൾ. നമ്മൾ പറയുമല്ലോ, പരീക്ഷയിൽ ജയിക്കാൻ ഇത്ര സബ്ജക്റ്റ് ഇത്ര മാർക്കിൽ തന്നെ ജയിക്കണം, എന്നാലേ ഈ പരീക്ഷയിൽ ജയിക്കൂ. അതുപോലെ ദുനിയാവിലെ ജീവിതത്തിൽ നഷ്ടം പറ്റാതിരിക്കാൻ നമ്മളിൽ 4 ഗുണങ്ങൾ, ചതുർഗുണങ്ങൾ ഉണ്ടാകണം. ഈ ആയത്തതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആർക്കാണ് നഷ്ടം പറ്റാത്തത്? ആർക്കാണ് പരാജയം വരാത്തത്? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ. അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ച ആളുകൾ. അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതായ വിശ്വസിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വലിയ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിച്ചവർ, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചവർ, അവർക്കൊന്നും നഷ്ടം പറ്റാനില്ല. അള്ളാഹു ആ ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. നഷ്ടം പറ്റാത്ത ആളുകൾ ആരാണ്? മുഅ്മിനീങ്ങളാണ്. ഈമാനുള്ള മനുഷ്യർക്ക് നഷ്ടം പറ്റാനില്ല. നാളെ പരലോകത്തവർ രക്ഷപ്പെടും. അല്ലാഹു റബ്ബുൽ ആലമീൻ വിശ്വസിക്കാൻ പറഞ്ഞതിലെല്ലാം നല്ല ദൃഢമായി വിശ്വസിക്കുക. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. വിശ്വാസം മാത്രം പോരാ, കർമ്മങ്ങളും ഉണ്ടാവണം. അതായത് നഷ്ടം പറ്റാതിരിക്കാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മം, നമ്മുടെ സമയം, നമ്മുടെ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നാം നഷ്ടത്തിൽ നിന്ന് കരകയറേണ്ടവരാണ്. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി. അപ്പോ വിശ്വാസം ഉണ്ടാവണം, കർമ്മവും ഉണ്ടാവണം. നേരത്തെ ഒരായത്തിന്റെ വിശദീകരണത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കർമ്മം മാത്രം ഉണ്ടായാൽ പോരാ, വിശ്വാസം ഉണ്ടാവണം. നേരെ തിരിച്ചും, വിശ്വാസം മാത്രം ഉണ്ടായാൽ പോരാ, കർമ്മവും ഉണ്ടാകണം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരിക്കുന്ന ഭാഗമാണ്. വിശ്വാസമുണ്ട് എന്നതിന്റെ അടയാളമാണ് അമല് ചെയ്യുക എന്നുള്ളത്. വലിയ ഈമാനുണ്ട്, പക്ഷെ സുബഹിസ്കരിക്കൂല എന്ന് പറഞ്ഞാല് ഭയങ്കര ഈമാനാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഈമാൻ മൂപ്പർക്കാണ്. പക്ഷെ മൂപ്പര് സുബഹിസ്കരിക്കൂല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അതിലർത്ഥമില്ല. ഈമാൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണെന്ത്? അമല് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി, നഷ്ടം പറ്റുന്ന ധാരാളം കൂട്ടരെ സംബന്ധിച്ച് ഖുർആൻ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന ഒരായത്ത്, അത് മാത്രം എന്റെ കൂടെ വെക്കാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയെ തൊട്ട് സ്വന്തം മക്കളും സമ്പത്തും ഒക്കെ കാരണം തെറ്റിപ്പോയ ആളുകൾ, അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും സുജൂദ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് സ്വന്തം സമ്പത്ത് കാരണം, മക്കള് കാരണം, കുടുംബം കാരണം അതിൽ നിന്നൊക്കെ ഉള്ള ചിന്ത പോയ ആളുകൾ. കുറച്ചുകൂടെ ഗൗരവമായിട്ട് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ബിസിനസിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്ന ആളുകൾ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നഷ്ടം പറ്റുമെന്നാണ്. ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഓർക്കാൻ വേണ്ടി നമ്മെ അനുവദിച്ച സമയത്ത് നിസ്കാരം ബാത്തിലാവോന്ന് ചോദിച്ചാൽ ഇല്ല, വേറെ എന്തെങ്കിലും ഒരു ചിന്ത വന്നു എന്നതുകൊണ്ട്. പക്ഷെ ഔലിയാക്കൾ പറയുമായിരുന്നു, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ കാണാം, അള്ളാഹു അല്ലാത്തൊരു ചിന്ത കൽബിൽ കയറിയാൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമെന്ന്. അത് നമുക്കുള്ള നിയമമല്ല, ഔലിയാക്കൾ പറഞ്ഞ നിയമമാണ്. അങ്ങനെ പേടിച്ച് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിച്ച ആളുകളുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുക, പഠിച്ചവനെ ഒരു സുജൂദിലെങ്കിലും പൂർണ്ണമായി അള്ളാഹുവെ നിന്റെ ചിന്തയിൽ മാത്രം എന്ത് ചെയ്യണം, ഒരു സുജൂദെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ എന്ന ചിന്ത. അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പൊ നഷ്ടം പറ്റിപ്പോകുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ദുനിയാവിന്റെ കാര്യങ്ങളിലായിട്ട് എന്ത് ചെയ്തു, ഇടപെട്ടിട്ട് സമയം അങ്ങനെ അങ്ങോട്ട് പോയി, അങ്ങനെ ചെലവഴിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ സ്മരണയേക്കാൾ കൂടുതൽ വലിയ പ്രാധാന്യം അതിലേക്ക് വന്നു. അവസാനിപ്പിക്കുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഒന്ന്, വിശ്വസിച്ച ആളുകൾ. രണ്ട്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. യാഥാർത്ഥ്യത്തെ കൊണ്ട്, ഹഖ് കൊണ്ട് അന്യോന്യം ഉപദേശിച്ച ആളുകൾ, സത്യം ഇതാണ് എന്ന് പറഞ്ഞുകൊടുത്ത ആളുകൾ, ക്ഷമ കൊണ്ട് ഉപദേശിച്ച ആളുകൾ.
ഇതിന് രണ്ടിനും വലിയ പ്രാധാന്യമുള്ള കാലത്താണ് നമ്മളുള്ളത്. ഹക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ പേടിക്കുകയും മടിക്കുകയും ചെയ്യുന്ന കാലമാണ്. ഹക്ക് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ പേടിക്കുകയും മടിക്കുകയും ചെയ്യുന്ന കാലം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഒരുത്തൻ സത്യം പറയാൻ ഇറങ്ങിയാലോ അവനെ മൂലയ്ക്കാക്കും. സത്യം പറയാൻ ഇറങ്ങിയാൽ മൂലയ്ക്കാക്കും. പറയുന്നതിലൊക്കെ പരിമിതിയും പരിധിയും വന്ന കാലം. പഴയകാലത്തെ ഇമാമിങ്ങൾക്ക് അവരുടെ മിഹ്റാബിൽ നിന്നുകൊണ്ട് വളരെ ആർജവത്തോടുകൂടി പല കാര്യങ്ങളും പറയായിരുന്നു. പുതിയ കാലത്ത് അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി പറയാൻ പറ്റില്ല. പുതിയ കാലത്ത് അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി പറയാൻ പറ്റില്ല. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഒരു നാടാവുമ്പോൾ ഒരുപാട് തരത്തിലുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും. ഒരു സ്ഥലത്ത് എൻ്റെ സ്വന്തം അനുഭവമാണ്. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇമാമായിട്ട് വരണം, വെള്ളിയാഴ്ച മാത്രം ഖുത്ബയ്ക്ക് വന്നാൽ മതി. ഒറ്റ കണ്ടീഷൻ, പലിശയെക്കുറിച്ച് വയത് പറയരുത്. പലിശയെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇമാമായിട്ട്, ചീഫ് ഇമാമായിട്ട്. ഞാൻ പറഞ്ഞു, പലിശയെക്കുറിച്ച് വയത് പറഞ്ഞത് അള്ളാഹുവാണ്, പരിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്. ഞാൻ എൻ്റെ വകയായിട്ടൊന്നും പറയാനില്ല. അല്ലാഹു തആല ആണല്ലോ പറഞ്ഞ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. പലിശ വാങ്ങിയ ആളിനോട് യുദ്ധം ചെയ്തു എന്ന് പറയും. യുദ്ധം പ്രഖ്യാപിച്ചത് അല്ലാഹു റസൂലുമാണ്. അപ്പോൾ അല്ലാഹു റസൂലും യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതൊരു തിന്മയാണല്ലോ. ആ തിന്മ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ ഒരു സാഹചര്യം വന്നാൽ ചിലപ്പോൾ അത് പറയേണ്ടി വരും. അപ്പോൾ ഒരു തിന്മ, ഖുർആൻ പറഞ്ഞ ഒരു തിന്മ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ നമുക്ക് ജോലി തരുന്നത്? എന്നാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. സ്വന്തം അനുഭവം പറഞ്ഞ അങ്ങനെ എത്രയോ സ്ഥലങ്ങൾ, എത്രയോ ആളുകൾ ഒരു ഹക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ആരാണ് വിജയിച്ചത്? സത്യം തുറന്നു പറഞ്ഞു കൊടുക്കണം. യാഥാർത്ഥ്യം ഇതാണ്, ഹക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുതേ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. സത്യം പറയുന്നതിൽ, ഹക്കായ കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുന്നതിൽ ഒന്നും വിചാരിക്കേണ്ട. അങ്ങനെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിങ്ങൾ ആരാകുന്നത്? നഷ്ടപ്പെട്ടു പോകാത്ത ആളാകുന്നത്. നഷ്ടപ്പെട്ടു പോകാത്ത ആളാകുന്നത്. പലപ്പോഴും നമ്മൾ പല തിന്മകളും തിരുത്തും. പക്ഷെ നമ്മുടെ സ്വന്തം ആളുകളോടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റില്ല. സ്വന്തം ആളുകളോട്, നമ്മുടെ കുടുംബത്തോട് ഈ ഉപദേശിക്കുക എന്നുള്ള പ്രക്രിയ ഖിയാമത്ത് നാളാകുമ്പോഴേക്ക് വലിയ പ്രയാസം വരും. ഇന്ന് നോക്കൂ, പഴയ കാരണവന്മാർ നമ്മളെ കണ്ടപ്പോൾ കണ്ണുരുട്ടുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തു. ഇന്നത്തെ കാരണവന്മാർക്ക് ആരോടെങ്കിലും പിള്ളേരോടെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്താൽ തന്നെ സൂക്ഷിച്ച് ചെയ്യണം. കഞ്ചാവൊക്കെ കൈവച്ചേക്കുന്ന പിള്ളേരാണ്. എന്താ ചെയ്യാൻ തിരിച്ച് പറയാൻ പറ്റൂല. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. പണ്ട് കാലത്ത് അതൊക്കെ കേൾക്കും. പക്ഷെ ഇന്നെന്ത് ചെയ്യില്ല. നിങ്ങൾ ആരെങ്കിലും, ഞാൻ കണ്ടിട്ടില്ല ഒരു കുട്ടിയെ വിളിച്ചു നിർത്തി നിങ്ങളാരും ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്നതോ. പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ നമ്മൾ വന്ന് പള്ളിയിൽ നിന്ന് വെള്ളം അനാവശ്യമായി ചെലവാക്കിയാൽ, പള്ളിയിൽ കിടന്ന് വർത്താനം പറഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാൽ, ഓടിയാൽ എന്താണ് എന്ന് കണ്ണുരുട്ടി ചോദിക്കുകയും നമുക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു തരികയും ചെയ്യുന്ന കാരണവന്മാരുടെ കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പേടിയാണ്. ഞാനെന്തിനാ ഇപ്പം അവനോട് പറയുന്നത്? ഞാനെന്തിനാണ് അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ പോലും അത് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യൻ പ്രയാസപ്പെടുന്ന കാലം. തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഇനി അവൻ എന്തേലും വിചാരിക്കോ? ഇനി ഈ പുള്ളയോട് ഞാൻ പറഞ്ഞാൽ അവൻ തിരിച്ചെന്നോട് എന്താ പറയാ? എങ്ങനെയായിരിക്കും അവൻ എടുക്കുക? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈ ആയത്തുകളുടെയൊക്കെ ആഴം വളരെ വലുതാണ്. ഇനി ഖിയാമത്ത് നാളെത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഴിയിൽ കിടന്ന് വ്യഭിചരിക്കുന്നവനോട് ഒന്ന് മാറിക്കിടക്കൂ എന്ന് പറയുന്നവൻ ഈമാനുള്ള കാലം. അത്രയേറെ കൺമുന്നിൽ അത്രയും തിന്മകൾ നിറയുന്ന ഒരു കാലം നമുക്ക് വരാൻ പോവാണ്. അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. അവനോട് എടോ ഒന്ന് മാറി, വഴിയിൽ നിന്ന്, ഈ പൊതുജനങ്ങൾ നടന്നു പോകുന്ന സ്ഥലത്ത് നിന്നാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ മനുഷ്യൻ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക്. ഉപദേശം സ്വീകരിക്കാനോ എന്ന് പുതിയ തലമുറയ്ക്ക് ഉപദേശം ഇഷ്ടമാണോ? ആലോചിച്ച് നോക്കൂ, ഇഷ്ടമാണോ? പുതിയ തലമുറയ്ക്ക് ഉപദേശം ഇഷ്ടമല്ല. ആർക്കാ ഉപദേശം ഇഷ്ടമുള്ളത്? എന്തിനാ ഞങ്ങളെ ഉപദേശിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിന്റെ ഒക്കെ ആഴം നോക്കൂ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. യാഥാർത്ഥ്യം കൊണ്ട് ഉപദേശിക്കുന്നവർ. വതവാസൗ ബിസ് സബ്ർ. ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്ന ആളുകൾ, അന്യോന്യം ഉപദേശിക്കുന്ന ആളുകൾ. ക്ഷമ കൈക്കൊള്ളാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരാളെ നമ്മൾ ഉപദേശിക്കുന്നു, അയാൾ തിരിച്ച് നമ്മെ ഉപദേശിക്കും. ഇത് മുഅ്മിനീങ്ങളുടെ ശൈലിയാണ്. അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക. തിരിച്ചിങ്ങോട്ടും നിങ്ങൾ ചെയ്യുന്നത് ഇത് നല്ലതല്ല, ക്ഷമിക്കൂ എന്ന് പറയാൻ ആളില്ലാത്ത കാലവും ഖിയാമത്ത് നാളാവുമ്പോൾ വരും. എല്ലാവരും ജദുബിന്റെ ഹാലിൽ ചാടി പുറപ്പെടുന്ന ഒരവസ്ഥ. എന്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യം.
ക്ഷമിക്കുന്ന ആളുകൾ, ആ ക്ഷമയുള്ള ആളുകൾക്കാണ് അല്ലാഹു തആല വലിയ പ്രതിഫലം. ദുനിയാവാണ്, വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ക്ഷമിക്കൂ എന്ന് പറയാൻ നമുക്കൊരാളോട് പറയാം, ഒന്ന് ക്ഷമിക്കൂ, സബർ ചെയ്യൂ, അത് സാഹചര്യം ഉണ്ടാവും, അവസരം ഉണ്ടാവും. അപ്പൊ ക്ഷമയും സത്യവും ഇതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ. അപ്പൊ 4 ഗുണങ്ങളാണ് പറഞ്ഞത്. 1, ഈമാൻ ഉണ്ടാവണം. 2, അതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ഉണ്ടാവണം. 3, സത്യത്തെ കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം. ക്ഷമ കൊണ്ട് അന്യോന്യം ഉപദേശിക്കണം. അങ്ങനെ ഉപദേശിക്കുകയും ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഹക്കിൽ അടിയുറച്ചു നിൽക്കുകയും അതുപോലെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ, അവരൊഴികെ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോയി എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ പരാജിതരുടെ കൂട്ടത്തിൽ പെടരുത്. അങ്ങനെയാണല്ലോ, നമുക്കൊരു മെസ്സേജ് വരുന്നു, ഇന്ന് വൈകുന്നേരം ഇടിയും മഴയും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ ആരും മഴയത്തിറങ്ങി നിൽക്കരുത് എന്നല്ല. അതിന് മുന്നേയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തണം. ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണല്ലോ മുന്നറിയിപ്പ് മെസ്സേജുകൾ. അതുപോലെയാണ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഓ മനുഷ്യ, തീർച്ചയായും നഷ്ടത്തിലാണ്, നഷ്ടത്തിൽ പെട്ടുപോകാൻ പോകുന്നു, രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അവസാനിപ്പിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകകൾ ഇതിലെല്ലാം കാണാം. ഈമാൻ ഏറ്റവും അധികരിച്ച നേതാവ്, സൽക്കർമ്മങ്ങൾ ഈ ഉമ്മത്തിലെ എല്ലാവരെക്കാൾ കൂടുതലുള്ള നേതാവ്, ക്ഷമ കൊണ്ട് അതുപോലെ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നതിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും സത്യം വിളിച്ചു പറഞ്ഞ നേതാവ്. എന്നാൽ ഏറ്റവും ക്ഷമിച്ച നേതാവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലെ 13 കൊല്ലങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പട്ടിണി കിടന്ന കാലങ്ങൾ വരെ ഉണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളും മർമ്മങ്ങളും അറിയാനും പ്രവർത്തിക്കാനും ഒക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഖൽബിലേക്ക് അള്ളാഹു ഈമാൻ സന്നിവേശിപ്പിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അള്ളാഹു ബറക്കത്തിലാക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഈ സൂറത്ത് പഠിച്ചതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ, നീ പരാജിതരുടെ പട്ടികയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. നീ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കളെയോ നീ ചേർക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈമാനുള്ളവരിൽ, അള്ളാഹുവെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ, പരസ്പരം ഹക്ക് കൊണ്ട് ഉപദേശിക്കുന്നവരിൽ, ക്ഷമ കൊണ്ട് ഉപദേശിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ 4 ഗുണങ്ങളും ഞങ്ങളിൽ നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ആയുസ്സിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഏർപ്പെട്ട ബിസിനസ്സുകൾ, സ്ഥാപനങ്ങൾ, കച്ചവടങ്ങൾ, ഇടപാടുകളിലെല്ലാം നീ ഖൈറു നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ ഖുർആനിലായി ചെലവഴിച്ച ഈ സമയം നാളെ പരലോകത്ത് ഞങ്ങൾക്ക് ഉപകാരമുള്ള സമയമായി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.